ജിൽസി ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് അത്രയും പേരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുത്തുന്ന ഓരോ ജീവനും നമുക്ക് ഏറ്റവും സന്തോഷവും അല്ലെങ്കിൽ അതിലേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. 80-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ ആളുകളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരിക്കാം. ഈ ഒരു മേഖല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വീടുകൾ അടുത്തടുത്തായി താമസിക്കുന്ന അല്ലെങ്കിൽ അടുത്തടുത്തായി നിലകൊള്ളുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും അധികം അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും രാവിലെ നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് അടുത്തുള്ള ആളുകളെ ഒന്നും കാണുന്നില്ല, എങ്കിലും ഞങ്ങൾ ഉള്ള ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പകുതിയോളം ചെളിയാണ്, ഒരു നിലക്കും മറ്റുള്ള ആളുകളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരവും ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാട്ടപ്പാടി പാടി അത് അവിടെ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശം, ഈ പൊട്ടിയൊലിച്ച് വരുന്ന ഭാഗം അടുത്ത് വരുന്നത് റാട്ടപ്പാടി പാടി. അവിടെ ഒരു കുറച്ചധികം പാടികളുണ്ട്. സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുറച്ച് പാടികൾ അവിടെയുണ്ട്. ആ പാടിയിലുള്ള കുറച്ച് ആളുകൾ സുരക്ഷിതമായി മറ്റൊരു എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലേക്ക് മാറി എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ നിരവധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വീടുകൾ, ഏകദേശം 500-ലധികം വീടുകളാണ് മുണ്ടക്കൈ ഈ റാട്ടപ്പാടി ചൂരൽമല പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന ഓരോ രക്ഷപ്പെടുന്ന ഓരോ ജീവനുകളും നമുക്ക് വളരെയേറെ ആശ്വാസത്തോടെ കാണാം. ഇപ്പോൾ നേരത്തെ നമ്മൾ വാർഡ് മെമ്പറോട് സംസാരിച്ചപ്പോൾ അവർ നിൽക്കുന്ന ഒരു ഭാഗത്ത് 100ഓളം ആളുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും നമുക്ക് അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. അവരുടെ അടുത്തൊക്കെ നമ്മുടെ രക്ഷാപ്രവർത്തകർ എത്രയും വേഗം എത്തട്ടെ എന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ആശംസിക്കാം. മറ്റുള്ള നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ മുണ്ടക്കൈ മദ്രസയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു 30ഓളം ആളുകൾ, അവർ കാണുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ അവർ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരു ഭാഗമല്ല ഇന്ന് വലിയ മറ്റൊരു ലോകമായി മാറിയിരിക്കുന്നു മുണ്ടക്കൈ എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നത്. ഇന്നലെ വരെ അവർ കിടന്നുറങ്ങി ഇന്ന് രാവിലെ ആകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ദുരന്തമുഖത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ ഭാഗത്ത് നടക്കുന്ന 3ാമത്തെ ഉരുൾപൊട്ടലാണിത്. 2019 ഒരു ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് പുത്തുമലയെ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് പുത്തുമലയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. അതിൽ 17ഓളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. 5 പേരെ ഇനിയും ആ ഒരു ദുരന്തത്തിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അത് കഴിഞ്ഞ് 2019 കഴിഞ്ഞ് 2020 എത്തുമ്പോൾ ഇന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ ആദ്യ ഭാഗമായിട്ട് പുഞ്ചിരിമറ്റത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. പക്ഷേ അന്ന് ആർക്കും ജീവഹാനി സംഭവിച്ചിരുന്നില്ല, അത് അത്ര വ്യാപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് പുഞ്ചിരിമറ്റം ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. 3 വീടുകൾ ആ പ്രദേശത്ത് പൂർണ്ണമായും നശിക്കുന്നു. ഒരു റിസോർട്ട് തകരുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് അന്ന് ആളുകളെ NDRFൻ്റെ സംഘം ഉൾപ്പെടെ വടം കെട്ടി രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിരവധി കുടുംബങ്ങളെ ഇത്തരം അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. അത് കഴിഞ്ഞ് 4 വർഷങ്ങൾക്കിപ്പുറം നമ്മളിപ്പോൾ 2024 നിൽക്കുമ്പോഴും ആ ഒരു സംഭവം നടന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ ഇന്ന് ജൂലൈ 30. അപ്പോൾ എല്ലാം ഈ ഒരു ഓഗസ്റ്റ് മാസത്തോട് അടുക്കുമ്പോൾ മേപ്പാടി പുത്തുമല അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഓഗസ്റ്റ് മാസത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ ഏറ്റവും അധികം ശക്തി പ്രാപിക്കുന്നു. പുത്തുമല ദുരന്തമുണ്ടായിരുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അടുത്തടുത്തായി 2-3 ദിവസങ്ങളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തുന്നു. വയനാട് ജില്ലയിൽ തന്നെ വെള്ളരിമല വില്ലേജിൽ ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത്. ഏറ്റവും അധികം മഴ വെള്ളരിമല വില്ലേജിൽ പെയ്യുന്നു. അതിനോട് തൊട്ട് ദിവസങ്ങളിൽ ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് ആളുകൾ എത്തുന്നു. പുത്തുമല ദുരന്തത്തിൽ നിന്ന് ഇന്ന് വരെ കരകയറാൻ പോലും അവിടുത്തെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ ഒരു ചൂരൽമല ഭാഗത്തേക്ക് പോകുന്നത് പുത്തുമല കഴിഞ്ഞുള്ള ഒരു ഭാഗമാണ്. പുത്തുമല കഴിഞ്ഞ് 2 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ചൂരൽമലയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം ആളുകൾ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ പുത്തുമലയിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ അവർക്ക് വലിയ ദുരന്തം, അന്ന് വരെ കണ്ട ഒരു നാട് മറ്റൊരു ലോകമായി മാറുന്നു. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് എല്ലാ ദിവസവും ചുരൽമലക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു ദുരന്തമുഖത്ത് നിന്ന് കരകയറാൻ ഇന്ന് വരെ സാധിക്കാത്ത ഒരു ജനതയുടെ മുമ്പിലേക്ക്
വീടുകളിലേക്ക് മറ്റൊരു ദുരന്തം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ള ഏറെ സങ്കടം നിറഞ്ഞ വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നു. 2 മണിയോട് കൂടി വലിയൊരു ദുരന്തം അവരൊരു വലിയ ശബ്ദത്തോടു കൂടി അവരെ നെട്ടിയുണരുന്നു വലിയൊരു ശബ്ദത്തോടു കൂടി. കഴിഞ്ഞ പുത്തുമല ദുരന്തം നടക്കുന്നത് ഒരു വൈകുന്നേര സമയമാണെങ്കിൽ ഇതൊരു രാത്രിയാണ്. ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, ആളുകളെ കാണുന്നില്ല, പലർക്കും പല സംവിധാനങ്ങളും ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും കറണ്ട് വേഗം പോകുന്നു. ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്ത് വൈദ്യുതി ബന്ധമില്ല. അതുകൊണ്ട് പല ആളുകളുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നു. പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു ഭാഗത്ത് വളരെ റേഞ്ച് അല്ലെങ്കിൽ മൊബൈൽ ടവറിന് റേഞ്ച് വളരെ കുറവുള്ള ഒരു മേഖലയാണ് ഈ ചുരൽമല മുണ്ടക്കൈ എന്ന് പറയുന്നത്. കൃത്യമായി ചില സ്ഥലങ്ങളിൽ നിന്നാൽ മാത്രമേ കൃത്യമായ കവറേജ് മൊബൈലിന് കവറേജ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വിളിച്ചാൽ ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ മുൻ MLA CK ശശീന്ദ്രൻ കൂടെ ചേരുകയാണ്. ശ്രീ CK ശശീന്ദ്രൻ, അവിടെ ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് നേരത്തെ ഡെപ്യൂട്ടി കളക്ടർ തന്നെ പറഞ്ഞിരുന്നു. ചൂരൽമല കേന്ദ്രീകരിച്ച് മാത്രമാണല്ലോ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ച പോലെ കുറെ പേരെ നമ്മൾ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിരവധി ആൾക്കാരെ. പിന്നെ നമ്മുടെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ചാലിയാർ പുഴയിലൂടെ മൃതദേഹം ഒഴുകി എത്തിയുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് അവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടവുമായി വയനാട് ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങേയറ്റം സങ്കടകരവും ഭയാനകവുമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഈ സ്പോട്ടിലേക്കും ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. പാലം തകർന്നുപോയി, റോഡാകെ ബ്ലോക്കായി കിടക്കുകയാണ്. NDRF മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള സഹായം തേടിയിട്ടുണ്ട്. കാരണം ഹെലികോപ്റ്റർ വന്നാൽ തന്നെ അത്ര കാലാവസ്ഥ മോശമായതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരുടെ സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. 3-4 മന്ത്രിമാർ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ഭയാനകമായ. ശരി, ശ്രീ CK ശശീന്ദ്രൻ, എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ മന്ത്രി K രാജൻ കഴിഞ്ഞു. അപ്പോൾ 2 കോപ്റ്ററുകളുടെ സഹായം ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ അവിടെ ലഭ്യമാകും. NDRFന്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി. അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് അങ്ങോട്ട് കടക്കാനുള്ള ചില പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സൈന്യം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുണ്ടക്കൈക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട്. നൂറുദ്ദീൻ ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. MLA ഉൾപ്പെടെ NDRFന്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. NDRFന്റെ 2ാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ചത് ഏതാണ്ട് എറണാകുളത്തെത്തി. അവർ കുറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും. അതിനു പുറമെ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും 2 NDRF ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. 4 NDRF ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി നമുക്ക് വയനാട്ടിൽ ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇപ്പോൾ ഇളക്കിയിട്ടില്ല. കാരണം ആ ജില്ലകളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നാദാപുരത്ത് വിലങ്ങാട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട്. പീച്ചി ഡാം പൂർണ്ണമായിട്ടും ഇപ്പോൾ തുറന്നു. അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി 2 NDRF ടീമുകളെ കൂടി വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. കൃത്യതയോടുകൂടി ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താനാകുന്നൊരു വിവരം നമ്മൾ നൽകുന്നില്ല. അത് പഠിച്ചും പരിശോധിച്ചും വരികയാണ്. ഇതിൻ്റെ ഒരു പ്രയാസം നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമാണ്. ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ മലയുടെ താഴത്തുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശമാണ്. അതിൻ്റെ ബസാർ മേഖലയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെയുമായി ബന്ധപ്പെടാനുള്ള വഴികൾ അടഞ്ഞതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. ADM-ഉം കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു വഴിയിലൂടെ ഇതിൻ്റെ തൊട്ടടുത്ത് അങ്ങാടി പ്രദേശത്ത് ബസാർ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു ടീമാണിപ്പോൾ
NDRFന്റെ നേതൃത്വത്തിൽ നേരിട്ട് അങ്ങോട്ട് കടക്കാനുള്ള സൗകര്യം അല്ല ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ. ഒരു ഘട്ടമായതിനു ശേഷം അത് പറയും. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഒന്ന് അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയിട്ട് കൃത്യമായ കണക്ക് പറയും. നമുക്കതിന്റെ ഒരു കൃത്യം വിവരം ലഭ്യമല്ല. കാരണം ഓരോ പോയിന്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം എന്ന കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യം പറയുന്നില്ല. പക്ഷെ പോയിന്റുകൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം മഴയും കാറ്റും വല്ലതുപോലെ വന്നതുകൊണ്ട് മൊബൈൽ സൗകര്യം പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ മൊബൈലിൽ കിട്ടുന്നുണ്ട്. സൈറ്റുകൾ അയച്ചു തരാൻ, അതായത് ലൊക്കേഷൻ അയച്ചു തരാൻ ആളുകൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ചേസ് ചെയ്യാണ്. ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കടക്കാനുള്ള ആക്സസ് പൂർണ്ണമായിട്ടുണ്ടായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോകുന്ന NDRF ടീം ആ ആക്സസ് ഉണ്ടാക്കി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിനുള്ളിൽ ആളുകളെ മാറ്റൽ പൂർണ്ണമാക്കി നടത്തണം എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ധാരണയിലായിട്ടുള്ളത്. ഞങ്ങൾ 9:30 മണിയോടുകൂടി അങ്ങോട്ട് തിരിക്കും ഫ്ലൈറ്റ്. അങ്ങനെ ഒരു നമ്പർ ഏകദേശം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകരുത്. കാരണം കൃത്യമായ അറിവില്ലാതെ ഒരു ധാരണ അങ്ങനെ പറയാനാകില്ല.